ലവ് പീസ് ആൻഡ് ജോയ്, വെൽക്കം ബാക്ക് ടു ആ ചാനൽ. പെട്ടെന്നൊരു വ്ളോഗ് ചെയ്യാമെന്ന് തോന്നിയേ. ഞാനപ്പോൾ നമ്മുടെ ബാക്ക് യാർഡിലാണ്. ഞാൻ ഇങ്ങോട്ട് വരാറേ ഇല്ല സത്യം പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് കളയണത് ജെസ്പോയും ആൽവിനൊക്കെയാണ്. നമ്മുടെ അവിടെ വേസ്റ്റ് കളയാനൊക്കെ ജെസ്പോയും ആൽവിനാണ് കൂടുതലും പോകുന്നത് കേട്ടോ. ഞാനിങ്ങോട്ട് വരാത്തതിൻ്റെ മെയിൻ റീസൺ തണുപ്പ്, അതിൻ്റെയാണ് മെയിനായിട്ട് വരാത്തത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ടെമ്പറേച്ചർ കുറച്ച് നല്ലതാണ്. ഇന്നിപ്പോൾ 8 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ റൈറ്റ് നൗ. അത്ര തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. പ്ലസ് നല്ല വെതറാണ്, അവിടെ സണ്ണിയാണ്. ഈ സൂര്യൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുമ്പോൾ നല്ല സുഖമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ചെറുതായിട്ട് കേട്ടോ, പയ്യെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അധികം നേരം ഇരുന്ന് ഓരോന്നും ചെയ്യാൻ പറ്റില്ല. പയ്യെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇവിടെ ബാക്ക് യാർഡ് നമുക്ക് സ്ഥലമുണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് പുതിന വാങ്ങിച്ചപ്പോൾ ആ ഇല ഞാൻ എടുത്തിട്ട് ബാക്കി വെള്ളത്തിൽ ഞാൻ ഡിപ്പ് ചെയ്ത് വെച്ചായിരുന്നു പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതെല്ലാം വേരൊക്കെ വന്ന് നന്നായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒരു ചട്ടിയിലോട്ട് മാറ്റണം. അപ്പോൾ അതിന് കുറച്ച് സെറ്റപ്പൊക്കെ ചെയ്യണമല്ലോ നമ്മൾ. എൻ്റെ അടുത്ത് കുറേ കുഞ്ഞു ചട്ടികൾ ഇരിപ്പുണ്ടേ. അത് ഞാൻ കാണിച്ചു തരാം ആദ്യം തന്നെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് മൊത്തം നമ്മുടെ ബാക്ക് യാർഡിനെ പറ്റിയുള്ള വ്ളോഗായിരിക്കുമേ. ഞാൻ പറഞ്ഞ ഇത് നമ്മൾ മല്ലിയില വാങ്ങിച്ചപ്പോൾ, മല്ലിയില ഇങ്ങനെയാണ് അലുവി വാങ്ങിക്കാറേ. ഇങ്ങനെ അതെ കുഞ്ഞു ചട്ടിയിൽ കിട്ടും. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. അത് കുറച്ചും കൂടി ഉണ്ട്. ബാക്കിയെല്ലാം ഞാനിങ്ങനെ എടുത്ത് വെച്ചേക്കണേണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ ഇലകളൊക്കെ കളഞ്ഞ് ഈ മണ്ണ് എല്ലാം കൂടി ഒരുമിച്ചാക്കി, പിന്നെ കുറച്ച് ഇത് വെറുതെ നട്ട് നോക്കണം. ഇതൊക്കെ ഞാൻ നേരത്തെ എടുത്ത് വെച്ചതാണ്. ഇതൊക്കെ ചീത്തയെന്ന് തോന്നണം. പുതിന കടണം മെയിനായിട്ട്. അപ്പോൾ നമുക്ക് ആ മണ്ണ് സെറ്റപ്പ് ചെയ്യുന്ന പരിപാടി നോക്കാം. പിന്നെ ഇവിടെയൊക്കെ അതെ നല്ല മണ്ണാണ്. പക്ഷേ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. ഇതെല്ലാം പറിച്ചു കളയേണ്ട ചെടിയാണെന്ന് തോന്നുന്നു. എല്ലാം അങ്കിളിനോടൊക്കെ ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. നമുക്കൊരു ഐഡിയ ഇല്ല. എനിക്കറിയാൻ പാടില്ല എന്തൊക്കെ ചെടിയാണെന്ന്. അപ്പോൾ ഇത് മൊത്തം ഇങ്ങനെ ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട്. അതൊക്കെ പയ്യെ പറിച്ച് കളയണം. അവിടെ കുറച്ച് പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഈ മണ്ണ് എല്ലാം ഒന്ന് പാകപ്പെടുത്തി എടുക്കാം നമുക്ക്. ഇതേപോലെ ഈ വേരെല്ലാം കളഞ്ഞ് ഇതിൻ്റെ മണ്ണ് മാത്രമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കുറച്ച് നമുക്ക് മണ്ണ് വാങ്ങിക്കണം. അതിനോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് മതി, ഒരുപാടൊന്നും നടാനില്ല. പക്ഷേ ഇതുള്ളത് നമുക്ക് കളയണ്ടല്ലോ. ഇതേപോലെ പല ദിവസങ്ങളിലായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞ് മാറ്റി വെച്ചതാണ്. പിന്നെ എന്തായാലും ഇനി സമയം ഉണ്ടാവില്ല. ഈ ഒരു മാസം കൂടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബിസി ആവും. നമ്മുടെ ഡേറ്റൊക്കെ അടുത്തോണ്ടിരിക്കണല്ലേ. അപ്പോൾ ഇപ്പോൾ തന്നെ പയ്യെ ഓരോന്നും ചെയ്തു വെക്കാം. ഇനി ഇതിനുള്ളിലുള്ള നമ്മുടെ മല്ലിയിലയുടെ സീഡ് കിടപ്പുണ്ട്. അതിനിയും പിടിക്കുമെന്ന് അറിയാൻ പാടില്ല. അത് നോക്കാം. ഇതിൽ വേറെ എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ട വൈറ്റ് കളറിൽ എന്തോ സംതിങ്. എനിക്ക് ഇതിനെപ്പറ്റി ശരിക്കും അറിയാത്തതുകൊണ്ടേ പറയാനറിയാൻ പാടില്ല ഗൈസ്. ഭാവിയിൽ ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നതായിരിക്കും. കുഞ്ഞു പോട്ടുണ്ടേ നമുക്ക് ഇതിനകത്ത് നടാൻ എന്തെങ്കിലുമൊക്കെ. അധികം നേരം ഇരിക്കാൻ പറ്റില്ല കേട്ടോ. ഇത്ര നേരം ഇരുന്നപ്പോൾ തന്നെ മതിയായി. പിന്നെ പതിവില്ലാതെ ഇന്ന് രാവിലെ കുറച്ച് നടക്കാനൊക്കെ പോയല്ലോ. ഒരു 10-15 മിനിറ്റ്, അതിൽ കൂടുതൽ നടക്കാൻ പറ്റില്ല. നടന്നു വരുമ്പോഴേക്കും വയ്യാതെ പോകുന്നു. ഒരുപാട് നേരമേ. ഇവിടെ നല്ല വെതറാണ് ഇപ്പോൾ റൈറ്റ് നൗ. എനിക്ക് മതിയായി, വിൻ്റർ മതിയായി. എനിക്ക് എന്താണെന്നറിയില്ല. ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷമൊക്കെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഭയങ്കര, ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ മടുത്ത്. ഞാൻ അവനോട് പറഞ്ഞു, ഈ തണുപ്പ്, ഈ കൂടുതൽ തണുപ്പുള്ള സ്ഥലം എനിക്ക് പറ്റില്ല, ഇത് തന്നെ പറ്റുന്നില്ല. അപ്പോൾ വിൻ്റർ മതിയായി. ഇനി നമുക്ക് സ്പ്രിങ്ങിന് വേണ്ടി വെയിറ്റിംഗ് ആണേ. സ്പ്രിങ് ആയിക്കഴിഞ്ഞാൽ നല്ല രസമാണ് ഇവിടെ കാണാൻ. ഫുള്ള് ചെടികളും എല്ലാം ഈ ഇങ്ങനെ ഫ്ലവറിങ് നല്ല രസമാണ്. ഫുള്ളിങ്ങനെ പുറത്തിറങ്ങിയാലും നമുക്ക് കുറേ ഫ്ലവേഴ്സ് കാണാൻ പറ്റും. യൂണിവേഴ്സിറ്റിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇനി ആ പരിപാടി ചെയ്യാം. ഞാനിപ്പോൾ കാണിച്ചു തരാട്ടെ ഞാൻ എത്രത്തോളം ആക്കി വെച്ചിട്ടുണ്ടെന്ന്. ഇത്രയും മണ്ണ് ഇത്രയും പോട്ട്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിനി ഇവിടെ കുറേ ചട്ടികളൊക്കെ ഇരിപ്പുണ്ട്. അതിലേക്ക് ഒരെണ്ണത്തിലാക്കി നമുക്ക് ഫസ്റ്റ് പുതിന നടാം. കണ്ടിട്ട് തോന്നുന്നത് ഏതൊക്കെയോ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. ഇത് അങ്കിളൊക്കെ നട്ടേക്കണതാണ്.
പിന്നെ കുറേ ചെടികൾ അതിൻ്റെ ഇടയിൽ കൂടി മുളച്ചിട്ടുണ്ട്. നമുക്ക് അറിയാൻ പാടില്ല ഇതൊക്കെ ഏതൊക്കെയാണ് സംഭവം എന്ന്. കുറച്ച് കഴിയുമ്പോൾ അറിയാം പൂവിടുന്നതാണോ എന്താണ് സംഭവം എന്ന്. കണ്ടോ പുല്ലെല്ലാം ഇനി വെട്ടി നിർത്തണം. ഇവിടെ കുറച്ച് ചട്ടിയൊക്കെ ഇരിപ്പുണ്ട്. കണ്ടോ ഇതൊക്കെ ഒന്ന് ഏതെങ്കിലും ഒരു ചട്ടി ഞാനിപ്പോൾ സെറ്റ് ചെയ്തെടുക്കാൻ പോണേണ്. ഏതെങ്കിലും ഒരു ചെറുത് നോക്കി എടുക്കാം. ദേ ഇതിൻ്റെ അകത്തൊക്കെ ഐസാണ്. കണ്ടോ ഇതൊക്കെ ഒന്ന് കൊട്ടിക്കളയണം. ഇതൊന്നും ഞാൻ ചെയ്യില്ല. ഇതൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും എനിക്ക്. കണ്ടോ ഗൈസ് ഇത് നമ്മളുടെ ഹൈഡ്രേഞ്ച് ചെയ്യണത്. ഇതിലെല്ലാം ബഡ്സ് വന്നിട്ടുണ്ട്. അതേപോലെ റോസ് ഇതൊക്കെ ഞാൻ ജസ്ബോയും കൂടി വെട്ടി നിർത്തിയതാണ് കേട്ടോ. ജസ്ബോയ് ഒരു ദിവസം വന്നപ്പോൾ അവനെ കൊണ്ട് ചെയ്യിച്ച്. അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുള്ള റോസാണ്. ഈ ഹൈഡ്രേഞ്ചിയ കാണാൻ നല്ല ഭംഗിയാണ്. ഒരുമാതിരി എന്ത് കളറാണെന്ന് അത്ര ഓർക്കുന്നില്ല. നല്ലൊരു പ്രത്യേക കളറായിരുന്നു വന്നപ്പോൾ. യെസ് ഇതൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഇതും നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. ഇതിപ്പോൾ സ്പ്രിങ് ഒക്കെ ആകുമ്പോഴേക്കും പയ്യെ ശരിയാവും. അതിൻ്റെ അടിയിലെല്ലാം അതിൻ്റെ ഇലകളൊക്കെ വന്നു തുടങ്ങി. ഇവിടെയൊക്കെ ഇനി ക്ലീൻ ചെയ്യാനുണ്ട്. ഗാർഡനിങ് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത്ര വലിയ ക്രൈസൊന്നുമില്ല. എന്നാലും ചെടികളോടൊക്കെ ഇഷ്ടമുണ്ട്. കുറച്ചൊക്കെ ഞാൻ നോക്കുമായിരുന്നു. അല്ലാതെ ഒരുപാട് ഇതിനെപ്പറ്റി വിവരമില്ല എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ ഈ ഒരു സ്ഥലം കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ട്. പക്ഷേ റൈറ്റ് നൗ നമുക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിട്ടേക്കണേണ്. ഇപ്പം എന്തായാലും നമ്മൾക്ക് ഇന്ന് ഞാൻ എന്തായാലും പുതിന നട്ടിരിക്കൂട്ടെ ഗൈസ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ചെയ്യാമെന്നിങ്ങനെ വിചാരിക്കുന്നു. ഈ ഒരു മാസം കൂടി ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത മാസമൊക്കെ ആകുമ്പോഴേക്കും വേറൊരാളും കൂടി വരുമല്ലോ. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ഇതുപോലെ ചെയ്യാൻ പറ്റില്ല. ആൽവിനെ കിട്ടണില്ല. ആൽവിൻ ഒട്ടും ഫ്രീ ആവുന്നില്ല. ആൽവിന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് മെയിനായിട്ട്. ആൽവിന് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അധികം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ജസ്ബോയ്ക്ക് ഒരു പരിധി കൂടുതൽ ചെയ്യാൻ അറിയാനും പാടില്ലല്ലോ കൊച്ചിന്. എനിക്ക് തന്നെ അറിയാൻ പാടില്ല, പിന്നെ കൊച്ചിന്. എന്തായാലും ഇതൊരു അൺഎക്സ്പെക്റ്റഡ് വ്ളോഗാണ്. ബാക്ക് ഗാർഡൻ കാണിക്കാം. പിന്നെ ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ പുറത്തില്ലേ, ഇവിടെ നമുക്ക് പുറത്തൊരു പ്രൈവറ്റ് റോഡുണ്ട്. ഈ ഒരു ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളത് മാത്രമാണ്. അവിടെ ഞാൻ ഒന്ന് കാണിക്കാം കേട്ടോ. അവിടെ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ലല്ലോ. ഒരു പോട്ടാണ് ഞാൻ എടുക്കാൻ പോണത്. നമ്മുടെ പുതിനയില നടാൻ വേണ്ടിയേ ഈ ഒരു പോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലെ മണ്ണ് ഞാൻ ഇങ്ങനെ കൊട്ടിയിട്ടപ്പോൾ നല്ല വളക്കൂറുള്ള മണ്ണാണ്. കണ്ടോ ഏർത്ത് വോമൊക്കെ ഉണ്ട്. വാവ് നല്ല വളക്കൂറുള്ള മണ്ണാണ് കേട്ടോ. മൂടിയിട്ടൊക്കെ ചത്തു പോണ്ട. ഞാനാണെങ്കിൽ ഇതൊന്ന് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചേ. എന്തെങ്കിലുമൊക്കെ അഴുക്കുക അതുകൊണ്ട് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കിടപ്പുണ്ട്. ഈ മണ്ണും പിന്നെ ആ മണ്ണൊക്കെ മുകളിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് നടാം. ഇനിയുണ്ട് എർത്ത് വോംസ് കിടപ്പുണ്ട്. എസ്പോയിനെ കാണിച്ചു കൊടുക്കാം. കണ്ട എർത്ത് വോംസ്. യെസ് നല്ല മണ്ണാണിത്. ഇതൊക്കെ അങ്കിളൊക്കെ എന്തൊക്കെയോ നട്ടുവെച്ചതാണ്. ഇപ്പം ഇതിൻ്റെ അകത്തൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാത്തിലും എന്തൊക്കെയോ ചെടികൾ പോലെ കാണുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിയെടുക്കാൻ. ഇതിപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല വേറെ. അപ്പോൾ ഈ മണ്ണ് നമുക്ക് എന്തെങ്കിലും ചെയ്യണം. യെസ് ഈ മണ്ണിൽ നമുക്ക് നമ്മുടെ പുതിന നടാം. ആ ഒരു വലിയ പോട്ട് എടുക്കാനുള്ള മെയിൻ റീസൺ, ഞാൻ വീട്ടിൽ മമ്മി പച്ചാളത്ത് പുതിന നടാറുണ്ട്. അത് ഈ മമ്മി ഇങ്ങനെ വലിയൊരു ട്രേ പോലെയാണ് നടാറേ. വലിയൊരു ചട്ടിയിലാണ് നടാറ്. വലിയ ചട്ടി ഇൻ ദ സെൻസ് നീളം ഉണ്ടാവും. കാരണം ഈ പുതിന എന്ന് പറയുന്നത് ഇങ്ങനെ പടർന്ന് പോലെയാണല്ലോ, നിവർന്നല്ലല്ലോ വരുന്നത്. നേരെയല്ലല്ലോ പോകുന്നത്. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് മമ്മി അങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം ഷെയ്ഡുള്ള സ്ഥലത്തും വേണം, എന്നാൽ വെയിൽ കൊള്ളാൻ വേണം. പുറത്ത് വെക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ. ഇപ്പോൾ റൈറ്റ് നൗ വെയിലുണ്ട്, പക്ഷേ ഇവിടുത്തെ വെയിലിനെ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു ഷെയ്ഡുള്ള സ്ഥലത്ത് വെക്കാമെന്ന്. അറിയില്ല, നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും പുതിന എത്രത്തോളം ആയിട്ടുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ഗൈസ്, പുതിന നല്ല വേരൊക്കെ വന്ന് ഇത്രയും ഇലകൾ വന്നിട്ടുണ്ട്. പുതിയ ഇലകൾ 2 ഗ്ലാസ്സിലാക്കിയാണ് ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ. ഇത് കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് രണ്ടുമാണ് ഇപ്പോൾ എനിക്ക് നടാനുള്ളത് മെയിനായിട്ട്. അത് നടണം. യെസ് ഞാൻ ഇത് പുറത്ത് കൊണ്ടേ കാണിച്ചു തരാം. കണ്ടാ കുറച്ചുകൂടി ലൈറ്റിൽ കാണിക്കാമെന്ന് വിചാരിച്ചേ. എൻ്റെ പുതിന നല്ല വേരെല്ലാം വന്ന് ഇങ്ങനെ നിൽക്കണേണ്. നല്ല രസമില്ലേ? ഇവിടെ ഇഷ്ടമുണ്ട്. ജസ്ബോയ്ക്കും എനിക്കും ഇഷ്ടമാണ്. പുതിനയുടെ ചമ്മന്തി ഉണ്ടാക്കും. പിന്നെ പുതിന നമുക്ക് നമ്മുടെ ബിരിയാണിയിലൊക്കെ ഇടാം. വല്ല ലൈം ജ്യൂസൊക്കെ അടിക്കുമ്പോൾ ഇതും കൂടി ഇട്ടതിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. മിൻറ്റ് ടീ ഉണ്ടാക്കാം. യെസ് അതേപോലെ ഒരെണ്ണം കൂടി ഉണ്ട്. ഇത് രണ്ടും
നമുക്ക് നടണം. എൻ്റെ ഹെൽപ്പർ എത്തി അല്ലേ? ഞങ്ങൾ രണ്ടിനും കൂടി ചെയ്യാൻ പോണേ കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ട്. നമുക്ക് ആ സൈഡിലുള്ള പോട്ടിലാണ് സെറ്റ് ചെയ്യാനുള്ളത്. ഈ പോട്ട് എടുത്തോ. മഫ്ലറൊക്കെ ഇടാതെ ഇറങ്ങിയതാ വലിയ കാര്യത്തിന്, പക്ഷെ തണുപ്പുണ്ട് അല്ലേ ചോ? കവർ ചെയ്തേക്കാം. ജസ്റ്റ് ഒരു സോങ് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ? 195 കൺട്രീസിൻ്റെ സോങ് അത് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് കൊച്ച്. എന്നെ പിടിച്ച പോലെ ജസ്റ്റ് ബോയ് ഗാർഡനിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ജസ്റ്റ് ബോയ് എനിക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട് നാട്ടിൽ വെച്ചിട്ടല്ലേ? കാണിച്ചു കൊടുത്ത് എടുക്ക്, കൈ എടുക്ക്, പിടിച്ചെടുക്ക്, എടുത്തോടാ. കാണിച്ചു കൊടുക്കണ്ട. ഫ്രണ്ട്സ്, ഫാമേഴ്സ് ഫ്രണ്ട്സ് എന്നാണ് പറയണത്. ഫാമേഴ്സ് ഫ്രണ്ട്. നമുക്ക് അയാളെ ചട്ടിയിലിടാം. കണ്ടോ എടുത്ത് പോകും. അയാള് അതിങ്ങനെ നോക്കണുണ്ട് മമ്മീനെ. Earthworms are blind. Really? Yeah, they don't have eyes. Take with both hands, baby. Yeah, get it. Keep pick it up. It's fun. You can do it with this pot. അതാ ഇങ്ങനെ ഇട്ടോ. ആ കല്ല് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടണ്ട. കല്ല് പോലത്തെ സാധനങ്ങളൊക്കെ മാറ്റി. ഷവൽ വെച്ചിട്ടാണ് ജസോ ചെയ്യണത്. ഷവൽ എന്നല്ലേ അതിനെ പറയണ പിന്നെ? Scooper. Scooper ആണോ? I don't know. I like calling it a scooper. We have to learn the terms. അല്ലേ? ഗാർഡനിങ് ടൂൾസിന്റെ ടേംസ് ഒക്കെ പഠിക്കണം. ചെറുതുണ്ട് പോന്നെ അവിടെ വേറെ അത് ചെയ്യുവോൻ. ആ മോന് പറ്റില്ല. ഡാഡക്ക് മമ്മിക്ക് പറ്റുള്ളത്. എടുത്തോണു വാ. Farmer. Not really a farmer, a scooper. Scooper. Dirt. That's enough, I think. Boy എന്നെ ഹെൽപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. കൊച്ചിൻ്റെ മുകളിൽ വെച്ചെന്ന് ഈ ചട്ടി. അപ്പോൾ ഇത് കുറച്ചൊന്ന് ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടാ മതി കേട്ടോ. ഈ കുഞ്ഞ 2 കൈ വെച്ചെടുക്ക വെച്ചു. You told me not to put it that much. Yeah. നമ്മളിതേ നടാൻ പോകണ്ട. പോസ്റ്റ് ചെയ്തോ വീഡിയോക്ക്. Can I just pull one strand out? Hard. നമ്മുടെ എന്താ എല്ലാം നല്ല റൂട്ട്സ് ഒക്കെ വന്ന് വെച്ചേക്കണ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റൂട്ട് വന്നേക്കുന്ന ഭാഗം നീളത്തിലല്ല, ഞാൻ കണ്ടിട്ടുണ്ട് മമ്മിയൊക്കെ നടണത്. ഇങ്ങനെ സൈഡ് ചരിച്ചാണ് മമ്മി ചെയ്യാറ് കേട്ടോ. ഞാനിങ്ങനെ പല പല സൈഡിലാക്കി ഇത് വെച്ച് കൊടുക്കാൻ പോണെയാണ്. ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മുടെ പുതിയതൊക്കെ നട്ടിട്ടുണ്ട്. ഞാൻ ജസ്പോയും കൂടി ഇതേ പുറത്തോട്ടൊന്ന് ഇറങ്ങാം. അവിടെയും കൂടി കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഒരു പ്രൈവറ്റ് റോഡ് പോലെ ഉണ്ടെന്ന്, അത് കാണിച്ചു തരാം. അപ്പം മിൻറ്റ് ഹോപ്പ്ഫുള്ളി ശരിയാവുമെന്ന് വിശ്വസിക്കും. നമുക്ക് നോക്കാം. എന്തായാലും ഇതിപ്പോൾ തൽക്കാലം അവിടെ വെച്ചേക്കണേ. ആദ്യം വന്നിട്ട് കുറച്ച് നീക്കി വെക്കണം. പുറത്ത് വെച്ചാൽ ശരിയാവില്ല അധികം. മേ ബി കുറച്ച് ഷെയ്ഡുള്ള സ്ഥലത്ത് വെക്കണം. കാരണം ഇവിടെ പെട്ടെന്നായിരിക്കും ഹെയിൽ സ്റ്റോൺ വരുന്നത്, പെട്ടെന്നായിരിക്കും ടെമ്പറേച്ചർ മാറുന്നത്. നമുക്ക് ആക്സസ് ഉള്ള ഒരു ഡോറാണ്. കീ താമസിക്കുക. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത് എല്ലാവർക്കും ഈ ഏരിയയിലുള്ള എല്ലാവർക്കും ഇതേപോലെ ഒരു സെറ്റപ്പാണ്. കണ്ടോ, ഈ ഒരു പ്രൈവറ്റ് റോഡ് പോലെയാണിത്. ഇതേപോലെ ഓരോ വീടുകൾക്കും ഓരോ ബിൻസ് ഉണ്ടാവും. അവരിങ്ങനെ ആ ടൈം ആകുമ്പോൾ പുറത്തെടുത്ത് വെക്കും ബിൻസ്. ഇപ്പം നമ്മളുടെ വെച്ചിട്ട് നമ്മൾ തിരിച്ച് ഉള്ളിലാക്കി ആരും വെച്ചിട്ടുണ്ട്. ജസ്റ്റ് പോയി ഇങ്ങനെ ഇതുപോലെ ഇടയ്ക്ക് ഇറങ്ങും കേട്ടോ. ഒറ്റക്കാണെങ്കിൽ ഇറങ്ങിക്കോളും. അവിടെ നിന്ന് നമ്മൾ നോക്കി നിന്നാൽ മതി. ഇതിപ്പോൾ നല്ല അറ്റം വരെയും പോകാൻ പറ്റും. അറ്റം വരെയും പോകാം. നമുക്ക് വേറെ വണ്ടികളൊന്നും വരില്ല. ഈ ഒരു ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരുടെ വണ്ടികളെ ഉണ്ടാവുള്ളൂ ഈ ഒരു സ്ഥലത്ത്. ആൽവിൻ ഇവിടെ പാർക്ക് ചെയ്യാറില്ല കേട്ടോ. ആൽവിൻ എപ്പോഴും ഫ്രണ്ടിലേ പാർക്ക് ചെയ്യുള്ളൂ.
കുറച്ച് പണിയാണ് ഇവിടെ പാർക്ക് ചെയ്യാൻ. There is a door to that part. യെസ്, അവൾ അങ്ങോട്ട് പോയിക്കേ, ജസ്റ്റ് ഒന്ന് കാണിക്കാം നമുക്ക്. അപ്പോൾ ഈ ഇവിടെ എന്തോ ഒരു ഫാമിങ് പ്ലേസാണ് ശരിക്കും. ഇവിടെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ടൊന്നുമില്ല, അല്ലാതെ ഇതിനകത്ത് നമ്മൾ സ്പ്രിങ് സമ്മർ ഞങ്ങൾ വന്ന സമയത്തൊക്കെ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ആപ്പിൾ ട്രീ, ഇത് ആപ്പിൾ ട്രീ ആണിത്, ഇതും അതൊക്കെ ആപ്പിൾ ട്രീസ് ആണ്. യെസ്, ഒരു നല്ല വലിയൊരു ഏരിയ മൊത്തം ആ കാണുന്ന മൊത്തം എന്തോ ഒരു ഫാമിങ് ഏരിയയാണ്. പല പല ടൊമാറ്റോസും പംകിൻ, ക്യാരറ്റ്, പൊട്ടാറ്റോ അങ്ങനെ എല്ലാം നടന്ന ഒരു സ്ഥലമാണ് കേട്ടോ. യെസ് പോയിക്ക് പറ്റിയ ഏരിയയാണ്. സൈക്കിളും കൂടി വാങ്ങിച്ചു കൊടുത്താൽ കൊച്ചു തകർക്കും. അടുത്തത് സൈക്കിളാണ് കൊച്ചിന് വാങ്ങിക്കേണ്ടത്. കുറച്ച് അവിടം വരെയൊക്കെ ഞാനൊന്ന് പോയി കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നടന്നാലും മതി. ഞാൻ പറഞ്ഞില്ലേ, വിൻ്റർ തുടങ്ങിയിട്ട് ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമാണ് നടക്കാൻ ഇറങ്ങിയേക്കണത്. വെതർ കുറച്ച് നല്ലതായതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങാൻ തോന്നില്ല, അത്രയും തണുപ്പാണ്. അപ്പോൾ ഇപ്പോൾ എന്തായാലും നല്ല വെതറാണ്, ഇങ്ങനെ നടക്കാം. യെസ്, കണ്ട് ഇവിടെ പുറത്തൊക്കെ ഇട്ടിട്ടുണ്ട്, കളയാനുള്ള സാധനങ്ങളാണ്. നമുക്ക് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാം, ആവശ്യമില്ലാത്തതൊക്കെ വേണമെങ്കിൽ. കുറേ നല്ല ഫ്ലൈവുഡ് പോലെ കിടപ്പുണ്ട് കേട്ടോ. നോക്കട്ടെ, എന്തെങ്കിലും ഹാർട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും നമുക്ക്. ഓരോ വീടുകൾക്കും ഓരോ ബാക്ക് യാർഡും, അതൊക്കെ ഇങ്ങനത്തെ കുഞ്ഞ് സാധാരണ ഒരു അധികം ഇങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ അയൺ ആയിട്ടുള്ള വോളൊന്നും അല്ല, ഒക്കെ വുഡ് ഫെൻസാണ്. നമ്മുടെ നാട്ടിലെ പോലത്തെ അയൺ ദ സെൻസ് ലൈക്ക് ഗേറ്റ് ഒക്കെ അയണൊന്നും അല്ല, എല്ലാം വുഡാണ്. ഇതാണ് ഒരു എൻട്രി. പുറത്തുനിന്ന് വന്നവർക്ക് കാറായിട്ട് ഇതിൽ കൂടി വരാൻ പറ്റും. ഇതിലും ഒരു കീ ഉണ്ട്, അപ്പോൾ ആ കീ ഉള്ളവർക്ക് മാത്രമേ ഇങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ അതുകൊണ്ട് ഔട്ട്സൈഡേഴ്സും പ്രൈവറ്റ് ആയിട്ടുള്ള പബ്ലിക് ആൾക്കാർക്കൊന്നും വെറുതെ കയറി വരാൻ പറ്റില്ല. ഈ ഒരു സ്ഥലത്ത് താമസിക്കുന്നവർക്ക് മാത്രമേ ഇവിടെ ആക്സസ് ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് സേഫാണ്. യെസ്, ഇപ്പോൾ ഈ പാട്ട് തന്നെയാണ് ഫുൾ ടൈം. അപ്പോൾ നമ്മുടെ വീട് ഇവിടെയാണ്, അവിടെ എത്തി. കാരണം ഇവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കാറ് പാർക്ക് ചെയ്യാം, ഈ പുല്ലൊക്കെ ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പാർക്ക് ചെയ്യാം. ഇത് ഫുള്ള് തുറക്കാൻ പറ്റുമേ. വാ കയറി പോനാ. സോ ഗായ്സ്, നമുക്ക് തൽക്കാലത്തേക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ബാക്ക് യാർഡിൻ്റെ വിശേഷങ്ങളായിട്ട് ഇനിയും വേറെ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. Hope you all like this video. Please do like, comment and share. Thanks for watching. See you next time. Bye bye. God bless.